ശരണ്യയുടെ മുടിയിൽ ജിൻഡോ പിടിച്ച് വലിച്ചിട്ടില്ല. അപ്പോൾ ജിൻഡോ നിരപരാധിയാണ്. ജിൻഡോ നിരപരാധിയാണെന്ന് ലാലേട്ടൻ പറഞ്ഞതുമില്ല. ജിൻഡോയ്ക്ക് കിട്ടാനുള്ള ന്യായം വാങ്ങിച്ചു കൊടുത്തിട്ടുമില്ല. ജിൻഡോ ക്രൂശിക്കപ്പെട്ടു. വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് കോർണർ ചെയ്തു. ശരി തന്നെയാണ്. ജിൻഡോ ജയിലിലായി. പവർ റൂം ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തു ശരണ്യെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജയിലിൽ കിടന്നു ഒരു നൈറ്റ്, ജയിലിലെ ടാസ്കുകൾ ചെയ്തു. ഈ വീട്ടിലുള്ളവരുടെ ക്രൂശിക്കപ്പെടലുകൾ, അവരുടെ കുറ്റപ്പെടുത്തലുകൾ എല്ലാം ജിൻഡോ കേട്ടു. ജിൻഡോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടായില്ല. ആ കേസിൽ ലാലേട്ടനെന്ന് അലക്കി വെളുപ്പിച്ച് അങ്ങ് വിട്ട്. ആരുടെ ഭാഗത്ത് നിൽക്കും ഞാൻ? നിങ്ങളുടെ ഭാഗത്തോ നിങ്ങളുടെ ഭാഗത്തോ നിങ്ങളുടെ ഭാഗത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവെ അങ്ങ് മെഴുകി വാരി അങ്ങ് വിട്ട ഒരു ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? കാരണം ജിൻഡോയ്ക്ക് ഒരുപാട് നെഗറ്റീവുകളുണ്ട്. ശരിയാണ്, ഒത്തിരി 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 നെഗറ്റീവ്സ് ജിൻഡോ കാണിക്കാറുണ്ട്. ജിൻഡോയുടെ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ ഓക്കെ, അതെല്ലാം ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് ജിൻഡോയ്ക്ക് കിട്ടാനുള്ള ന്യായം അവിടെ കിട്ടിയില്ല. ഇന്നലെ ആ വീഡിയോകളിലെ എന്തോരം വൈറലും ട്രെൻഡിങ്ങും ആയ സാധനങ്ങളാണ്. ജിൻഡോ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ചെയ്തത് ഗബ്ബറിയാണ് അല്ലെങ്കിൽ അർജുനാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒത്തിരി ഒത്തിരി വൈറലായ സാധനമാണ്. പക്ഷെ അവിടെ ജിൻഡോയ്ക്ക് ഒരു ന്യായം വാങ്ങിച്ചു കൊടുത്തതേ ഇല്ല, ആ കാര്യം സംസാരിച്ചതേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോരം സബ്ജക്റ്റുകൾ ഇന്ന് സംസാരിക്കാനുണ്ടായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് അതിന് സംസാരിച്ചത്. ജാസ്മിൻ്റെ ആ ഒരു ജയിലിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സ്ട്രൈക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട്, ഒരാളെ ഡയറക്റ്റ് ഒരു നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ രതീഷിനെ കൊണ്ടുവന്നു, അതും അന്തവും കുന്തവും ഇല്ലാത്ത ഒരു രീതിയിൽ ഇരിക്കുവാണ്. ചലഞ്ചറാണ് എന്നുള്ളൊരു ലെവൽ, അല്ലെങ്കിൽ ഗസ്റ്റ് ആണെന്നുള്ളൊരു ലെവലിലാണ്. അത് പിന്നെ സമാധാനിക്കാം, 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ട്വിസ്റ്റ് ആയിരിക്കും മിക്കവാറും. ആ സംഭവം ട്വിസ്റ്റ് ആയിരിക്കും. കുറേ നേരം സംസാരിച്ച് വഷളാക്കി കളഞ്ഞു സിജോയുടെ കേസ്. സിജോ തിരിച്ച് വന്നിട്ട് എന്ത് തോന്നി? ഈ സംഭവമാണ് വീട്ടുകാരടുത്ത് മെയിനായിട്ട് ചോദിച്ചത്. അതിനുശേഷം ക്യാപ്റ്റൻസിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി? പിന്നീട് ഈ നടന്ന അടിയെക്കുറിച്ചിട്ട്, ആ അടിക്കകത്ത് ഉണ്ടായിരുന്ന ഡേഞ്ചർ കോയിൻ ടാസ്കിലുണ്ടായിരുന്ന അതിനെക്കുറിച്ച് സംസാരിച്ചു. എവിക്ഷനിൽ ഒരു 4 പേരെ സേവാക്കി. ഇതിനപ്പുറം ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നും നടന്നിട്ടില്ല. എന്തെല്ലാം നടന്ന വീക്കെൻഡായിരുന്നു, അല്ല വീക്കായിരുന്നു, എന്നിട്ടൊന്നും ഈ വീക്കെൻഡ് വന്നിട്ട് ചോദിച്ചിട്ടില്ല. നാളെ ഇനിയിപ്പോൾ 50th ഡേ സെലിബ്രേഷനാണ്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഒട്ടും വിശ്വാസവും ഇല്ല. ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്ക് കാർഡ് കൊണ്ടുവന്നു, ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സാധനം ഇനി നാളെ കാണിക്കാതിരിക്കുമോ? അതും ഇനി 50th ഡേ സെലിബ്രേഷനായിട്ട് കട്ട് ചെയ്യുമോ? എനിക്കറിയില്ലേ. ഇന്ന് എനിക്ക് മൊത്തം എനിക്ക് അത്ര ദഹിച്ചില്ല എപ്പിസോഡ്. എൻ്റർടൈൻ ആയിരുന്നു കണ്ടിരിക്കാൻ. പക്ഷേ ബിഗ് ബോസ് ലെവൽ എപ്പിസോഡ് എന്ന് പറയാൻ വളരെ മോശം. ലാലേട്ടൻ്റെ പെർഫോമൻസും മോശം. ലാലേട്ടൻ ഇന്ന് ചിരിച്ച് കളിച്ചാണ് എന്നത്. ചിരിച്ച് കളിച്ച് നിൽക്കാനുള്ള ഒരു വീക്കെൻഡ് അല്ല ഈ കഴിഞ്ഞു പോയ വീക്കെൻഡ്, നമുക്കെല്ലാവർക്കും അറിയാം. വൈകിപ്പിക്കണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 48 ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ സിബിൻ്റെ കേസ് ഒന്ന് അലക്കി വെളുപ്പിക്കണമല്ലോ. അതുകൊണ്ട് മനസ്സാന്നിധ്യം ഇവിടെ എല്ലാവർക്കും വേണം എന്നുള്ള ലെവലിൽ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും മനസ്സാന്നിധ്യം വേണം. ഇന്ത്യയിലെ ബിഗ് ബോസ് ആദ്യമായിട്ട് വന്നപ്പോൾ അതിനകത്തൊരു കണ്ടസ്റ്റൻറ്റ് ജയിക്കുന്നത് തന്നെ ഈ മനസ്സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. 100 ദിവസം ഇവിടെ നിൽക്കുന്ന അവർ ഭയങ്കര കഠിന വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എല്ലാം സിബിൻ അങ്ങനെ പോയതുകൊണ്ട് മനസ്സിന് കട്ടിയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഗെയിമാണ്, നിങ്ങളാരും ഒന്നും ചെയ്യാനൊന്നും അല്ല എന്നുള്ളൊരു ലെവലിലാണ്. എന്നിട്ട് സിജോ തിരിച്ചു വന്നല്ലോ. സിജോയുടെ ഒരു മനക്കരുത്ത് കണ്ടില്ലേ? ഒരു വശത്തു കൂടി ഒരാൾ പോയപ്പോൾ മറുവശത്തു കൂടി മറ്റൊരാൾ തിരിച്ചു വരണം എന്നുള്ള ഒരു പവറോട് കൂടി വന്നു എന്ന് പറയാണ്. എന്നിട്ട് സിജോയുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ സിജോ പറയുന്നത് ലാലേട്ടൻ്റെ കയ്യിൽ പിടിച്ചത് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ആ കേസ് മാത്രമാണ് സിജോ പറയുന്നത്. ഒത്തിരി മാറി, ഞാൻ പോയിട്ട് വന്നപ്പോൾ ഉള്ള സംഭവങ്ങളല്ല ഇതെന്ന് പറയണം. അപ്പം ഞാൻ സിജോയെ പരിശോധിക്കുന്ന ഡോക്ടറിനെ കണ്ടിരുന്നു, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് സിജോ തിരിച്ചു വരാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ റിക്കവറായിട്ട്. സിജോയ്ക്ക് വേണ്ടി ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് സിജോയുടെ പേരെഴുതിയിട്ടുള്ള ഒരു ബിഗ് ബോസിൻ്റെ ഒരു ബാഡ്ജ് പോലത്തെ ഒരു സാധനം കൊടുക്കുകയാണ്. സിജോ പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളവരുടെ ഒത്തിരി മാറി. നോറയൊന്നും ഇതുപോലെ ഉണ്ടായിരുന്നില്ല, ഒത്തിരി മാറി. ഇനി സിജോയെക്കുറിച്ച്, സിജോ വന്നപ്പം എന്തൊക്കെ മാറ്റങ്ങൾ സിജോയിലുണ്ടെന്ന് വീട്ടുകാർ ചോദിക്കുകയാണ്. അൻസി പറയാണ് സിജോ ഇതല്ല, സിജോ കാട്ടുതീയും കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞെങ്കിലും കാട്ടുതീ ഇതുവരെ കാണിച്ചിട്ടില്ല. കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് എല്ലാവരും ഒബ്സർവ് ചെയ്യാണ്. മാറ്റങ്ങൾ വരും, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ, നിലവിലെ മാറ്റങ്ങൾ. ശ്രീരേഖ പറയാണ് കുറേ കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിട്ട് തന്നെയാണ് സിജോ വന്നിരിക്കുന്നത്. എന്ത് കാര്യം ലാലേട്ടൻ ചെയ്യുന്നത്? അല്ല ലാലേട്ട, ഇവിടെ വന്ന് പ്രസംഗം നടത്തിയപ്പോഴത്തേക്കും നമ്മളെല്ലാവരുടെയും കിളി പോയി. എപ്പോഴാണ് ഇനി ആ കിളി തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. തീ കൊളുത്തം ഏത് നിമിഷവും
യുദ്ധത്തിന് മുമ്പുള്ള ഒരു ശാന്തതയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നന്ദന പറയാണ്, ഞാൻ കരുതിയിട്ട് സിജോ ചേട്ടന് ഭയങ്കര അഹങ്കാരമാണെന്നാ, ഭയങ്കര ഗമക്കാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോൾ ഈ സിജോ ചേട്ടൻ ഒട്ടുമില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഫുള്ള് ഗെയിമാണ് ആള്, ഗെയിമാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഇവിടെ നിൽക്കണ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലതാണ്, ബിഗ് ബോസിന് വേണ്ട ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, സിജോ ഇരുന്ന് എല്ലാം കാമായിട്ടിരുന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ പറയുന്നേ, സിജോയോട് പറ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചോദിക്കാനുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു തന്നാൽ പോലെ ജാസ്മിനെ. അത് പിന്നെ ലാലേട്ടൻ ഞാൻ വെറുതെ അന്ന്. അപ്പോൾ ജിൻഡോ പറയാണ്, ലാലേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, സിജോ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്യാനാണ്, ഇവിടെ ഒരു കാട്ടുതീയായിട്ടില്ല സിജോ വന്നിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയണേ, സിജോയുടെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ കാര്യമാണോ പറയുന്നത്? ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് സംസാരിക്കാം. റസ്മിനെ എന്താണ്, റസ്മിനോട് ആരുടെയും തോളിച്ചാരി ഒന്നും സംസാരിക്കാൻ വയ്യെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് ലാലേട്ടൻ എനിക്ക് ഭയങ്കര വിഷമമായി, എന്നെ കേൾക്കാൻ ആരുമില്ല, എനിക്ക് ആരുടെയും തോളത്ത് ചാരാൻ വയ്യ, ഇപ്പോൾ എനിക്കൊരു ഷോൾഡർ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാണ്, ഭയങ്കര സങ്കടം. അപ്സര എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ലാലേട്ടൻ എനിക്കിവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. അർജുൻ, അത് എനിക്ക് എൻ്റെ ഷോൾഡർ മതി, ഇങ്ങനെ ചരിഞ്ഞാൽ മതി. ഋഷി പറയാണ്, എനിക്ക് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആൻസി വൈപ്പേ തൽക്കാലം ഉണ്ട്, അത് മതി. ജിൻഡോ പറയാണ്, ലാലേട്ടൻ ജാൻമണി, ജിൻഡോയെ പൊക്കുന്ന സമയത്ത് എല്ലാവരും വേണം, നിങ്ങൾക്ക് ആദ്യം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തോള് ചായ്ക്കാൻ, അയാൾ പോയി, പിന്നീട് ജാൻമണി പോയപ്പോഴൊക്കെ ഭയങ്കര വിഷമമായിരുന്നില്ലേ, അത് ജാൻമണി പോയപ്പോഴത്തേക്കും എനിക്കിപ്പോൾ മനസ്സ് തുറക്കാൻ ആരുമില്ല ലാലേട്ടോ, അല്ലെങ്കിൽ ഞാൻ ജാൻമണി ഉണ്ടെന്നപ്പോൾ ഞാൻ മനസ്സൊക്കെ തുറക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഷോൾഡർ വേണോ കരയാൻ? വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺഫഷൻ റൂമിൽ ഇപ്പോൾ അവിടെ ഒരു ഷോൾഡർ ഉണ്ട്, നിങ്ങൾക്ക് തല ചായ്ക്കാൻ വേണ്ടി ഒരു ഷോൾഡർ ഉണ്ട്, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയാൻ. അപ്പോൾ ജിൻഡോ ഒരു മാതിരിയേ ലാലേട്ടൻ ആക്കിയതാണ്. അയ്യോ ജിൻഡോ പോ. അങ്ങനെ ജിൻഡോ നേരെ കൺഫഷൻ റൂമിൽ പോകുമ്പോൾ ഒരാൾ അവിടെ ഇരിക്കുന്നു, മുഖത്ത് കറുത്ത തുണിയെല്ലാം ഇട്ടിരിക്കുന്നു, കറുത്ത കണ്ണട വെച്ചിരിക്കുന്നു, കറുത്ത ഹുഡി പോലെയൊക്കെ ഇട്ടിരിക്കുന്നു, ആരെന്നറിയില്ല, അവിടെ ഇരിക്കുന്നു. ജിൻഡോ പോയിട്ട് ഇങ്ങനെ നോക്കുവാണ്, ജിൻഡോ ഇങ്ങനെ നോക്കുന്നു. അപ്പം തോളിച്ചാരിക്കോ, പറയാനുള്ളത് പറഞ്ഞോ എന്നിങ്ങനെ ലാലേട്ടൻ പറയുന്നു. അപ്പോൾ വീട്ടുകാർ ഫുള്ള് ഇത് പ്ലാസ്മ ടി വിയിൽ കാണാനാണ് ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ തന്നെ അവിടെ ആരെങ്കിലും വന്നോ, രതീഷ് അങ്ങനെ വന്നിട്ടുണ്ടാവുമോ എന്നിങ്ങനെ വീട്ടുകാർ, രതീഷാണോ അവിടെ ഇവിടെ ഇരിക്കുന്ന ആളെ കണ്ട് രതീഷാണോ എന്ന് വീട്ടുകാർ സംശയിക്കുകയാണ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പം ജിൻഡോ പറയാണ്, സംസാരിക്കേ, ഇങ്ങനെ അടുത്തിരിക്കുന്ന ആളുടെ തൊടേ തട്ടിയിട്ട് സംസാരിക്കേ. അപ്പം ഒന്നും മിണ്ടുന്നില്ല. അയാളിങ്ങനെ രതീഷ് ഇങ്ങനെ തല ആട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ജിൻഡോ പറയാണ്, എന്നെ ഇവിടെ ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് എന്നെ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചതുപോലെ പറയാൻ അറിഞ്ഞിടത്തോണ്ടല്ല, തല പറിച്ചെടുത്ത് എനിക്ക് വേദനിക്കുകയാണ് ഇവിടെ. എനിക്കിപ്പോൾ വേദനയില്ലേ, ഇവിടെ ഉള്ളവർക്ക് മാത്രമേ വേദനയുള്ളൂ, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, തിരിച്ചെനിക്ക് കാണിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല എന്നെല്ലാം പറഞ്ഞാൽ ജിൻഡോ പ്രസംഗം തുടങ്ങുവാണ്. ആ ഷോൾഡറിൽ ഒരാൾക്ക് വിഷമം പറയാൻ വേണ്ടിയിട്ടാണല്ലോ ജിൻഡോയ്ക്ക് കൊടുത്തത്. അങ്ങനെ ജിൻഡോ വിഷമം പറയുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത്, ജിൻഡോ നിങ്ങൾക്ക് പിന്നീട് അവസരം തരാം, തൽക്കാലം ഈ ആളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ വെളിയിലോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ മുഖമൊക്കെ മൊത്തം മൂടിയിരിക്കുകയല്ലേ, അങ്ങനെ ഈ ആളെയും കൂട്ടിക്കൊണ്ട് ജിൻഡോ പിടിച്ചുകൊണ്ട് പോവാണ്. പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അവിടെ കൊണ്ടുവരുന്നു. ജിൻഡോ അവിടെ കൊണ്ടുവന്ന് ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നത്. ലാലേട്ടൻ പറഞ്ഞാൽ അവിടെ നിർത്ത് ജിൻഡോ, ഇനിയിപ്പോൾ ഇരുന്നോ, എന്നിട്ട് ഇനി മുഖം മൂടി മാറ്റിക്കോ എന്ന് ലാലേട്ടൻ പറയുകയാണ്. അങ്ങനെ മുഖം മൂടി അവിടെ കൊണ്ട് നിർത്തുമ്പം ഇങ്ങനെ നടന്ന് പയ്യെ വരെയാണ്. പയ്യെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും വീട്ടുകാർ, സുരേഷാണ് ശരീരം, സുരേഷ് രതീഷാണ്, അല്ല രതീഷ് ഇത്ര വണ്ണമൊന്നുമില്ല, അത് പുറത്ത് പോയിട്ട് ഉണങ്ങിയതായിരിക്കും, അറിഞ്ഞൂടെ, അതിപ്പോൾ സുരേഷാണ് രതീഷാണ്, സുരേഷ് കൊണ്ടവിടെ നിർത്തിയിട്ട് മുഖം മൂടി മാറ്റുമ്പോഴാണ് രതീഷ്, ജിൻഡോ കാക്ക രതീഷാക്ക ഓടിപ്പോയി ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്നു. ജിൻഡോ തൊട്ട് പിറകെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയണേ, നിങ്ങളുടെ സങ്കടങ്ങൾ പറയാനും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനുമാണ് ഇപ്പോൾ രതീഷ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. 2-3 ദിവസം രതീഷ് അവിടെ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാനും നിങ്ങൾക്ക് തോളിച്ചാരാനുമായിട്ടൊക്കെ അവിടെ ഉണ്ടാവും. രതീഷിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് പറയരുതെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണം കുറയും, രതീഷ് എൻ്റെ അടുത്ത് വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നിങ്ങൾ സംസാരിക്കും, ഞാൻ പോകണമെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ രതീഷ് അങ്ങോട്ട് പാട്ട് തുടങ്ങി, കാന്താ ഞാനും വരാന്ന് പറഞ്ഞുകൊണ്ട് പാട്ട്, നന്ദനയും രതീഷുമുള്ള പാട്ടാണ്. പിന്നീട് രതീഷ് പറയാണ് എല്ലായിടത്തും, പുറത്തുനിന്ന് ഞാൻ ഗെയിം കണ്ടിട്ടാവുന്നത്, ഇതൊരു അടിപൊളി പ്ലേയേഴ്സാണ് നിങ്ങൾ, കുറച്ച് ദിവസമേ ഞാൻ കണ്ടുള്ളൂ നിങ്ങളെയൊക്കെ, വൈൽഡ് കാർഡ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും അടിപൊളിയാണ്, യഥാർത്ഥ രതീഷായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ലാലേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ പഴയ രതീഷ് അല്ല ഇത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കതാണ് വേണ്ടത്. അങ്ങനെ അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് വീട്ടുകാരെല്ലാവരും ഒരു ചലഞ്ചിന് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് പറയണം. അപ്പോൾ എനിക്ക് ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചലഞ്ചിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നി. ഈ ലാലേട്ടൻ വരുന്നതിന് തൊട്ട് മുന്നേ രതീഷ് പറയുന്നുണ്ട്, ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും, എത്ര ദിവസം ഉണ്ടാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും,
അപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ സാധനം എന്താ, ഈ രതീഷിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവരിപ്പോൾ തൽക്കാലം വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിലല്ല, അതൊരു ഗസ്റ്റ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് മാറ്റിപ്പിടുത്തം വഴി ഇതിനെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റ് ആക്കി മാറ്റാനാണ് സാധ്യത. വീട്ടുകാർ ഞെട്ടും. ഇപ്പോൾ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ വീട്ടുകാർ, ഞാൻ പറയുന്നത് വീട്ടുകാർ വിശ്വസിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടവരാണെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ജിൻഡോക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, കാരണം ജിൻഡോ എല്ലാ സീസണും കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ബിഗ് ബോസ് 70 വരെ കണ്ടിട്ടുണ്ട്, 1 മുതൽ. അപ്പം അതുകൊണ്ട് ഈ രതീഷ്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ രതീഷ് ചലഞ്ചറായിട്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്നു, പിന്നീട് പിടിച്ച് വൈൽഡ് കാർഡ് ആക്കുകയാണെങ്കിൽ അവിടെ ഗുണമുണ്ട്. കാരണം ഇപ്പോൾ വീട്ടുകാരെ ഈ രതീഷിൻ്റെ അടുത്ത് മനസ്സ് തുറക്കാം. കാരണം രതീഷ് കണ്ടസ്റ്റൻ്റ് അല്ലല്ലോ എന്ന ലെവലിൽ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ ഈ രതീഷിന് ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് കണ്ടസ്റ്റൻ്റ് ആണെന്ന് അനൗൺസ് ചെയ്യുന്ന നിമിഷം അതെല്ലാം തിരിച്ചു കൊത്താം. പക്ഷേ ഇവർക്ക് സുഖമായിട്ട് രതീഷിനെ വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. കാരണം അതിനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നമ്മൾ കണ്ടു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 50 ദിവസം ഇന്ന് എവിടെ നിൽക്കുന്നോ ബിഗ് ബോസ്, ആ ഫീലായിരുന്നു ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞപ്പോൾ. അല്ലേ, 5 ദിവസമല്ല, 3 ദിവസം കഴിഞ്ഞപ്പോഴേ 50 ദിവസം കഴിഞ്ഞ ഫീലായിരുന്നു. അത്രമാത്രം അടികളാണ് രതീഷ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ ലാലേട്ടൻ ഒന്ന് രതീഷ് ഒന്നുകൂടെ സന്തോഷമായോ? അപ്പോൾ സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ചോദിക്കാം എന്ന് പറയുകയാണ്. അപ്പം ഡെന്നിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഡെന്നിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? അപ്പോൾ ഡെന്നിലുള്ള ആൾക്കാർ ജാസ്മിൻ കൈവെക്കുന്നു, അൻസിബ കൈവെക്കുന്നു, ജിൻഡ കൈവെക്കുന്നു. ജിൻഡയുടെ അടുത്ത് രതീഷ് ഇരിക്കും. അപ്പോൾ രതീഷിൻ്റെ കൈകളെ പിടിച്ച് ആര് പൊക്കിപ്പിക്കുകയാണ്? ജിൻഡ പിടിച്ച് പൊക്കിപ്പിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ജിൻഡോ രതീഷിൻ്റെ അടുത്ത് മാറ്റിയിരുന്നത്. അങ്ങനെ രതീഷ് വന്ന് ഇങ്ങോട്ടത്തിരിക്കുന്നു. അതായത് രതീഷ് ടീമിലുള്ള ആളല്ല. നമുക്ക് നാളെ അറിയാൻ പറ്റും രതീഷിന് ഏത് ടീമിലാണ്. രതീഷിന് ടീമിലിടത്തില്ല, കാരണം രതീഷ് ആയിരിക്കും അങ്ങോട്ട് പോകുന്ന സാധനങ്ങളുടെയൊക്കെ ജഡ്ജ്. അങ്ങനെ ആയിരിക്കാം. പിന്നീട് ലാലേട്ടൻ എല്ലായിടത്തും കുസൃതി, ഓരോ ടീം വൈസായിട്ട് കുസൃതി ചോദ്യങ്ങൾ, GK അതെല്ലാം ചോദിക്കുന്നു. കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്ന പോലത്തെ ടാസ്ക്കാണ്. പിന്നീടാണ് ഒരു ടാസ്കിൻ്റെ പേരിലൂടെ എന്തൊക്കെയാണ് നടന്നത്, നമ്മുടെ ഡേഞ്ചർ സോൺ ടാസ്ക്കാണ്. ആ ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നു. ഋഷി ആദ്യം അഭിപ്രായം പറയുകയാണ്. ചെറിയ ഇറുക്കിപ്പിടുത്തം അല്ലായിരുന്നു ലാലേട്ട, അത് ഡിസ്ക് ഒട്ടിച്ചിട്ട് പോകണം എന്നായിരുന്നു ടാസ്ക്. ഇവിടെ എല്ലാം ഗുസ്തിയോടെ നേരിടാനാണെങ്കിൽ പിന്നെ അങ്ങനെ നേരിട്ടാൽ പോരെ. അപ്പോൾ ജിൻഡു പറയണം, ഞാൻ ജസ്റ്റ് സ്ലോ ആയിട്ട് ഇങ്ങനെ ഋഷിയെ ഹോൾഡ് ചെയ്ത് പിടിച്ചോളൂ. അപ്പോൾ ലാലേട്ടൻ പറയണേ, ക്യാപ്റ്റൻ്റെ ഒരു നല്ല ഡിസിഷൻ എടുക്കാമായിരുന്നു. അപ്പോൾ ശ്രീത് പറയണേ, ലാലേട്ടൻ അവരങ്ങനെ കളിച്ചു, ഞാൻ പറയാനൊക്കെ നോക്കി, പക്ഷെ അവരങ്ങനെ കളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഋഷി ഔട്ടായി. ജിൻഡ പറയണേ, ടെക്നിക്ക് ഇവിടെ പറഞ്ഞില്ല, എങ്ങനെ കളിക്കണം എന്നുള്ള ടെക്നിക്ക് പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്ത ടെക്നിക്ക് അങ്ങനെ. അപ്പോൾ അപ്സര പറയാണ്, അത് ശരിയല്ല ലാലേട്ട, ഒരുപാട് അതിര് കടന്നിരുന്നു. ജിൻഡോ ഗബ്രി ഇങ്ങനെ പിടിച്ചിരുന്ന സമയത്ത് എനിക്ക് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന പോലെയാണ്, 2 പേരും അങ്ങോട്ട് കൂടി തീർക്കും പോലെയാണ് തോന്നിയത്. ശരണ്യയും ജിൻഡോയുമായിട്ടുള്ളൊരു ഫൈറ്റ് നടന്നു, സാധനങ്ങൾ പൊട്ടി, അർജുൻ പോയി പിടിച്ച് മാറ്റിയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ വെച്ച് ഇടിച്ചു ജിൻഡോ ചേട്ടൻ. ഇതൊക്കെ ഗെയിമാണെന്ന് പറയുമെങ്കിലും നാളെ ഇതെല്ലാം വീണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ച് മാറ്റിയിട്ട് വരുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ട് തോന്നിയില്ല എന്ന് അപ്സര പറയുന്നു. അപ്പോൾ ശരണ്യ പറയണം, ഞാൻ എല്ലാ സ്പോർട്സ്മാൻ സ്പിരിറ്റും എടുക്കുന്ന ആളാണ്, പക്ഷേ എന്നെ കൊണ്ടുപോയി ഇടിച്ച്, എൻ്റെ നടുവിടിച്ച്, ഗ്ലാസ് എല്ലാം തറ വീണ് പൊട്ടി, അവിടെ ഹോൾഡായി, എൻ്റെ മുടി പിടിച്ച് ജിൻഡോ വലിച്ചു. അപ്പോൾ ലാലേട്ടൻ, ഷുവർ ആണോ ജിൻഡോ ആണോ മുടി പിടിച്ച് വലിച്ചത്? അത് ലാലേട്ട നിങ്ങൾ കണ്ടോ? ഇല്ല ജിൻഡോ തന്നെ എന്നിങ്ങനെ ശരണ്യ പറയുന്നു. ശ്രീതു നിങ്ങൾ കണ്ടോ? അത് വളരെ മോശം ആക്റ്റായിരുന്നു ലാലേട്ട, ഞാൻ കണ്ടു, മുടി ഇങ്ങനെ വലിക്കണേ ഞാൻ കണ്ടു ജിൻഡോ. അപ്പോൾ ഗബ്രി പറയാണ്, ലാലേട്ട എനിക്കൊന്ന് പറയാനുണ്ട്, വൈരാഗ്യത്തോടെയാണ് എന്ന് ഇപ്പോൾ അപ്സര പറഞ്ഞു. വൈരാഗ്യത്തോടെ അല്ല, എന്നെ ഹോൾഡാക്കി നിർത്തുന്നതിന് മുന്നേ തന്നെ ഋഷിയെ ഹോൾഡാക്കിയപ്പോൾ ഞാൻ പോയി പിടിച്ച് മാറ്റിയിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം ഹോൾഡായിരിക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പിന്നെ എല്ലാവരും ഞാൻ ഋഷിയെ പിടിച്ച് മാറ്റുന്ന സമയത്ത്, ഋഷിയും ജിൻഡോയെ മാറ്റുന്ന സമയത്ത് എല്ലാവരുടെ ജിൻഡോ കേസ് വെച്ച് ജിൻഡോയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നു, അങ്ങനെ പിടിക്കാൻ കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പിന്നീട് എന്നെ വന്ന് ഇങ്ങനെയല്ല ഇറക്കി പിടിച്ചത്, ഇങ്ങനെ ഞെരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് റിപ്സിന് ഇഷ്യൂ ഉള്ളതാണ്, അപ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടിയത്. പിന്നീട് ഞാൻ ഇയാളെ മാന്തിരിപ്പിച്ചിരുന്നുള്ള ഞാൻ പുഷ് ചെയ്ത് മാറ്റുകയാണ്, എനിക്ക് അവിടെ നിന്ന് സെൽഫ് ഡിഫെൻസ് ചെയ്ത് ഞാൻ മാറ്റിയതാണ്. പിന്നീട് പിന്നെ അവ ഇതാരും സമ്മതിച്ചില്ല, ഞാൻ പിച്ചതാണ് മാന്തിയതാണെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നീട് പുള്ളി ഇത് അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് ഇവിടെയുള്ളവർക്ക് മനസ്സിലായത്. അപ്പോൾ ജിൻഡ പറയാണ്, ലാലേട്ട എനിക്കിതിന് മറുപടി കൊടുക്കാൻ തോന്നുന്നില്ല ഇവർ പറയുന്നതിനൊക്കെ, ഞാൻ മര്യാദയ്ക്കേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ജിൻഡോ ആണോ മുടിയിൽ പിടിച്ച് വലിച്ചത്? ലാലേട്ട എനിക്കൊന്നും ഓർമ്മയില്ല, ടാസ്കിനിടയിൽ എന്താ നടന്നത് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ എനിക്ക് ആകെ കൺഫ്യൂഷനാണ് എനിക്ക്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ശരണ്യയുടെ മുടി നിങ്ങൾ, ലാലേട്ട എനിക്ക് ക്ലിയർ അല്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സിജോ ഇത് നിൻ്റെ പൊന്നെ ഒരു പോയിൻ്റ്, ഒരു എസ് കണക്ക് നേരത്തെ, പക്ഷേ സൂപ്പറായിട്ട് സിജോ ഓരോരോ കാര്യങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നി. ലാലേട്ടൻ ഞാൻ വന്ന ഡേ തന്നെ ഇവിടെ പറഞ്ഞ കാര്യമാണ്, എനിക്ക് സംഭവിച്ചതുപോലെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഇവിടെ ഇനി സംഭവിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. ഗബ്രിയും ജിൻഡോയും ആ സമയം ചെയ്ത തെറ്റാണ്, ഞാൻ പോയി ഗബ്രിയോടും പറഞ്ഞത് നീ തെറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം. ഇവിടെ ജിൻഡോ നേരത്തെ പറഞ്ഞത് ഞാൻ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യാനാണ് വന്നത്, ഞാൻ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാനാണ് വന്നത്. എല്ലാവരും ഇവിടെ എന്നെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പോയി ഞാൻ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനെല്ലാം കണ്ടു, ഞാനതൊന്നും ഞാൻ ചോദിക്കുന്നില്ല.
പിന്നെ ഈ ജിൻഡോ ഈ പറയുന്ന പോലെ ഓർമ്മയില്ല എന്നിപ്പോൾ ഈ പറയുന്ന പോലെ നാളെ ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവില്ല ലാലേട്ടാ എന്ന് പറഞ്ഞു കുറേ നേരം സിജോ സംസാരിക്കുകയാണ്. ഇത്രയും പോയിന്റ്സ് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ അതിനിടെ കൂടി. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞ വീഡിയോ കാണിക്കാം. ഋഷിയെ ഇറക്കുന്ന വീഡിയോ കാണിക്കുന്നു, ഗബ്രിയെ ഇറക്കുന്ന വീഡിയോ കാണിക്കുന്നു, ശരണ്യായിട്ട് നടക്കുന്ന ആക്ട് കാണിക്കുന്നു. അപ്പം വ്യക്തമാണ് അവിടെ ജിൻഡോ മുടി പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് 100%. എന്നിട്ട് ലാലേട്ടൻ പറയാണ് നമ്മൾ എന്താ ഇതിനൊക്കെ പറയേണ്ടത്, ആരുടെ ഭാഗത്താണ് അവിടെ ശരി തെറ്റ്, അപ്പോൾ ഇങ്ങനെ എന്തിനു നോക്കാതിരിക്കുക, ആവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ആ സാധനങ്ങൾ സ്കിപ്പടിച്ച് കളയുകയാണ്. എന്തരടെ ഇത് അവിടെ? അപ്പോൾ ഈ 2 ദിവസം, ഒരു ദിവസം ജിൻഡോ ജയിലിൽ കിടന്നതും ജിൻഡോയെ ക്രൂശിക്കപ്പെട്ടതിനും അവിടെ ഒരു വിലയില്ലേ, ഒരു വിലയില്ലേ. ഹിന്ദി ബിഗ് ബോസിലും തമിഴ് ബിഗ് ബോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒരു കണ്ടസ്റ്റൻ്റെ കൂടെ നിൽക്കണ്ട, അവരെ സപ്പോർട്ട് ചെയ്യണ്ട. ആ വീഡിയോ കാണിച്ചു കൊടുത്ത് അരിയാഹാരം തിന്നുന്ന മനുഷ്യരല്ലേ നിങ്ങൾ? ആ വീഡിയോക്കകത്ത് ജിൻഡോ അല്ല പിടിക്കുന്നത്. ഞാൻ ഈ ജിൻഡോയ്ക്ക് സ്റ്റാൻഡ് പറയുന്നതോ, നിങ്ങൾക്കറിയാം ഞാൻ ജിൻഡോയുടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അൺഫെയർ, എനിക്ക് ഭയങ്കര വിഷമം തോന്നി പേഴ്സണലി ആ സമയത്ത്. കാരണം ആ ആളെ എടുത്തിട്ട് എന്തോരം അവർ ക്രൂശിക്കപ്പെടുത്തി, വുമൻ കാർഡ് ഇറക്കി ജിൻഡോക്കെതിരെ. ശരണ്യെ കണ്ടില്ലെന്നെങ്കിലും പറ, ശരണ്യെ കണ്ടിട്ടില്ല. എൻ്റെ മുടിയിലാരെല്ലാം പിടിച്ചെടുത്ത് എനിക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ ശരണ്യെ കണ്ടില്ല. ഈ ബാക്കിയുള്ള കണ്ടവർ അത്രയും ജിൻഡോ 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 ജിൻഡോ. അപ്പോൾ ജിൻഡോ അനുഭവിച്ചതിന് ഒരു കണക്കുമില്ല. ഞാൻ പറയുന്നത് ഈ ജിൻഡോ അനുഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ജിൻഡോയ്ക്ക് ഒരു നോമിനേഷൻ ഫ്രീ കൊടുക്കണം. ജിൻഡോയെ പിടിച്ച് ജയിലിലോട്ട് ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ഒരാഴ്ച ജിൻഡോ നോമിനേഷൻ ഫ്രീ, അല്ലെങ്കിൽ ജിൻഡോ ഡയറക്റ്റ് പവർ റൂം, അല്ലെങ്കിൽ ജിൻഡോ അഗെയിൻ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ജിൻഡോയ്ക്ക് കൊടുക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ജിൻഡോ ഈ ചെയ്തതുകൊണ്ട്. ജിൻഡോ ഇങ്ങനെ ചെയ്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നീട് ശരണ്യ, അതിനുശേഷമാണ് നന്ദനയും ജാസ്മിനോട് അടിപൊളി സബ്ജക്റ്റ് ചോദിക്കുന്നത്. അതിൽ വലിയ കണ്ടന്റൊന്നുമില്ല. പിന്നീട് ശരണ്യ പറയുന്നത് ലാലേട്ട എൻ്റെ ദേഹത്ത് ഗ്ലാസ് അന്നേരം കൊണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നെല്ലാം എനിക്ക് പ്രശ്നം മുമ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ ശ്രീതുവിടെ ക്യാപ്റ്റൻസിയിലോട്ട് വരുന്നു. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് കഴിയുന്നു. അതിനുശേഷം പിന്നീട് പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇത്തവണ ശാന്തിയും സമാധാനമാണ് ലാലേട്ട ഉദ്ദേശം എന്നൊക്കെ ശരണ്യ പറയുന്നു. ഓക്കെ. അതിനുശേഷം പുതിയ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുന്നു. റസ്മിനും അഭിഷേക് ജയദീപിനും നോറയ്ക്കും വേണ്ടി ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ്. ഒരു നെറ്റുണ്ട്, നെറ്റിന് താഴെ ഒരു ഹോളുണ്ട്, മുകളിലൊരു ഹോളുണ്ട്, അവിടെ നിന്ന് ഒരു പൈപ്പ്, ഒരു ബാസ്ക്കറ്റിലോട്ടുണ്ട്. ഈ നെറ്റിനകത്തുകൊണ്ട് നമ്മളിങ്ങനെ കൈയിട്ട് ബോൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. എനിക്ക് തോന്നുന്നു സീസൺ 4 മലയാളത്തിൽ എന്തോ ഉണ്ടായിരുന്നു ആ ടാസ്ക്, തമിഴിലും ഉണ്ടായിരുന്ന പോലെ എനിക്കൊരു ഓർമ്മ. റസ്മിൻ ക്യാപ്റ്റൻ ആവുന്നു. വളരെ സൂപ്പറായിട്ട് 3 പേര് പെർഫോം ചെയ്യുന്നു. റസ്മിൻ ക്യാപ്റ്റൻ ആവുന്നു. അതിനുശേഷമാണ് ലാലേട്ടൻ ഡെൻ റൂമിൻ്റെ വൃത്തിയെക്കുറിച്ച് ചോദിക്കുന്നത്. ഡെൻ റൂമിലെ പുതപ്പുകൾ മടക്കി വെച്ചിട്ടില്ല, ടണലിലായിക്കോട്ടെ മടക്കി വെച്ചിട്ടില്ല, നെസ്റ്റിലായിക്കോട്ടെ സാധനങ്ങളൊക്കെ വാരിയിട്ടിരിക്കുന്നു. അപ്പോൾ വൃത്തിയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ജാസ്മിനെയും മൻസിബയും ജിൻഡോയും പൊക്കിയാണ്. അപ്പോൾ ലാലേട്ടൻ നിങ്ങൾക്കൊന്ന് മടക്കി വെച്ചൂടെ? വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്ന സാമാന്യ ബോധമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ ഒരുമാതിരി പുച്ഛഭാവത്തിൽ, അത് ലാലേട്ടൻ നമ്മളെന്ന് പറഞ്ഞാൽ അതിനങ്ങ് തള്ളുന്നു, ഒരു പുച്ഛഭാവത്തിൽ തള്ളുന്നു. അതിനുശേഷമാണ് പിന്നീട് എവിക്ഷൻ്റെ കാര്യം. ഓരോരുത്തരെ പൊക്കുന്നു. ആദ്യം അർജുനെ എവിക്ഷൻ പവർ ടീമും നമ്മുടെ പവർ ടീമും ക്യാപ്റ്റനും ഒഴിച്ചിട്ട് എല്ലാവരെയും പൊക്കുന്നു. അർജുൻ എങ്ങനെയുണ്ട്? അത് ലാലേട്ടൻ എനിക്ക് വന്നതിൽ സന്തോഷമാണ്. അപ്പോൾ അർജുൻ എന്താ ഇപ്പം ചിരിക്കാതിരിക്കുന്നത്? അപ്പോൾ അർജുനൊരു ഗിഫ്റ്റ് തരാം. അർജുനൊരു ഗിഫ്റ്റ് ഒരാൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഒരു പെൺകുട്ടി തന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞൊരു കുറേ ലിപ്സിൻ്റെ ഇതുള്ള ഒരു ഹാൻഡ് കർഷീഫാണ്. അർജുനെ സേവാക്കുന്നു. റസ്മിനെ പൊക്കുന്നു. അപ്പോഴാണ് പ്രൊമോയിൽ പറഞ്ഞ പോലെ റസ്മിൻ പറയുന്നത് എനിക്ക് പോകണ്ട ലാലേട്ടാ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? യു ആർ സേവ്ഡ്. അടുത്ത നോറ, എനിക്ക് അറിയില്ല ലാലേട്ടാ, ഞാൻ പ്രൊമോയിൽ പറഞ്ഞ പോലെ എനിക്ക് അറിയൂല ലാലേട്ടാ, ഞാൻ എപ്പോഴും നോമിനേഷനിൽ വരും, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല ലാലേട്ടാ? ഇഷ്ടമുണ്ട്. യു ആർ സേവ്ഡ് എന്ന് ലാലേട്ടാ ഞാൻ പ്രൊമോയിൽ ഞാൻ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഈ സംഭവം വരുമെന്ന്. അടുത്ത് അഭിഷേക് ശ്രീകുമാർ, ഞാൻ ഇവിടെ തട്ടിമുട്ടി പോകുന്നില്ല ലാലേട്ടാ, അങ്ങനെ പോയാൽ പറ്റൂല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ പോകാം. യു ആർ ഓൾസോ സേവ്ഡ്. അടുത്ത് അൻസിബ, എന്താ ഇങ്ങനെ ആലോചിച്ചത്? ഞാൻ വേറെയാണ്. അപ്പോൾ എവിക്ഷൻ്റെ ആരും ഞാൻ അതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും സേവ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ജിൻഡോയും ജാസ്മിനെയും പൊക്കുന്നു. നിങ്ങൾ 2 പേരും സേവ്ഡ് അല്ല, നോട്ട് സേവ്ഡ്. നാളെ പറയാം ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് നാളെ ബാക്കി എവിക്ഷൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോയിരിക്കുന്നത്. ഇത്രയാണ് എപ്പിസോഡ്. എനിക്കിതിനകത്ത് മെയിനായിട്ട് ജിൻഡോ ഇഷ്യൂ, ആ മുടി ഇഷ്യൂ മാത്രമാണ് ഇന്ന് ആകെ കൂടെ ചർച്ച ചെയ്തത്. ആ മുടി ഇഷ്യൂവിൽ, ആ ടാസ്കിൻ്റെ ഇഷ്യൂവിൽ ജിൻഡോ ചെയ്തിരിക്കുന്നത് ശരിയാണ്. ജിൻഡോ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജിൻഡോയുടെ ഭാഗത്താണ് ന്യായം. പക്ഷേ ജിൻഡോയെ അവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കണ്ടവർക്കും ഒരു കുലുക്കോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്കത് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. വളരെ മോശം വീക്കെൻഡ്. ലാലേട്ടൻ്റെ ഈ പറയുന്ന പോലെ ഒരു ഡയലോഗ് ജിൻഡോ മുടി പിടിച്ചിട്ടില്ല, ഒരൊറ്റ ഡയലോഗ് ലാലേട്ടന് പറയായിരുന്നു, അത് ലാലേട്ടൻ പറഞ്ഞില്ല. ഇൻഡയറക്റ്റായിട്ട് കുറേ പറഞ്ഞു. ഓക്കെ ഫൈൻ, ജിൻഡോ ആണോ പിടിച്ചത്, ജിൻഡോ ആണോ പിടിച്ചത്, ജിൻഡോ ആണോ പിടിച്ചതെന്ന് നാളേക്ക് 40 വട്ടം ലാലേട്ടൻ ചോദിച്ചു.
എല്ലാവരും ചോദിച്ചു ജിൻഡോ ആണോ നിങ്ങൾക്ക് തോന്നണം ഇല്ല അതെ എന്ന് പറഞ്ഞു. പക്ഷേ ജിൻഡോ അല്ല പിടിച്ചാൽ ആ വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടൻ ഒരു അക്ഷരം പറഞ്ഞില്ല, വീട്ടുകാരോട് സോറി പോലും പറയുന്നത് ഞാൻ കണ്ടില്ല. തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ നാളത്തെ അപ്ഡേറ്റുമായിട്ട് വരാം. എവിക്ഷൻ അപ്ഡേറ്റ് എനിക്ക് ഇതുവരെയും കൺഫർമേഷനായിട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.